ഇറാഖിൽ സ്കൂൾ തുറന്നിട്ട് 2 ദിവസമായി. പുതിയ അധ്യയന വർഷത്തിൽ ഓരോ സ്കൂളും ആവേശത്തിലാണ്. എന്നാൽ സർക്കാർ സ്കൂളുകളിലെ ഹാജർ നില കുറയുകയാണ്. പ്രൈവറ്റ് സ്കൂളുകളിൽ നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾക്ക് ലഭിക്കുന്നില്ലെന്ന കാഴ്ചപ്പാടാണ് രക്ഷിതാക്കൾക്ക്. ഭീതിയുണ്ടാക്കുന്ന നിമിഷങ്ങളാണ് ഇവരുടെ മുന്നിൽ. തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും രക്ഷിതാക്കൾക്ക് ഭയമായിരുന്നു. എന്നാൽ വീടിനുള്ളിൽ അടച്ചിരിക്കുമ്പോഴുണ്ടാകുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകണമെന്ന കാഴ്ചപ്പാടിലാണ് ഓരോ രക്ഷിതാക്കളും കുട്ടികളെ സ്കൂളിലയക്കാൻ തീരുമാനിച്ചത്. കനത്ത സുരക്ഷയിലാണ് ഓരോ സ്കൂളും തുറന്നത്. ബാഗ്ദാദിലെ അൽനദ എലിമെന്ററി ഗേൾസ് സ്കൂൾ അതിലൊന്നു മാത്രമാണ്. ഈ സുരക്ഷാ സംവിധാനം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്കൂളിലെത്താൻ ധൈര്യം നൽകുന്നു. شلون تبدي وبالنسبه لاول 10 ايام او اسبوع راح نضطر احنا نروح نجيها الى ان نشوف شلون الوضع راح يستقر وعلى الله ذابيها ان شاء الله. അധ്യയന വർഷം തുടങ്ങേണ്ടത് കഴിഞ്ഞ ഒക്ടോബർ 22-നായിരുന്നു. എന്നാൽ മിക്ക സ്കൂളുകളും IS തീവ്രവാദികളുടെ അധീനതയിലായിരുന്നതിനാൽ സ്കൂൾ തുറക്കുന്നത് നീണ്ടുപോയി. സ്കൂൾ തുറന്നതോടെ തങ്ങളുടെ കൂട്ടുകാരെ കാണാൻ കഴിഞ്ഞതിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയതിന്റെ സന്തോഷത്തിലുമാണ് കുട്ടികൾ. جيت متحمسة أريد أشوف صديقاتي ومعلماتي وأريد أدرس وأريد أنجح حتى أكبر وأصير دكتورة وأشوف مستقبلي. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം പരിഗണിച്ച് രക്ഷിതാക്കൾ പ്രൈവറ്റ് സ്കൂളിലേക്കാണ് കുട്ടികളെ അയക്കാൻ താൽപര്യപ്പെടുന്നതെന്ന് അധ്യാപകരും പറയുന്നു. സർക്കാർ സ്കൂളുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.